ഞങ്ങൾ അദ്ദേഹത്തിന്റെ പിന്തുണ അറിയിക്കാൻ വേണ്ടിയാണ് പ്രവർത്തകരോട് വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യത്തെ പറ്റിയിട്ട് BJP ആലോചിച്ചിട്ടില്ല. പോലീസിന് ഒരുപാട് സംശയങ്ങളുണ്ട്. പോലീസിന്റെ സംശയമെല്ലാം തീർക്കലല്ലോ നമ്മുടെ പണി. അവരൊക്കെ സംശയങ്ങളുണ്ടാവും. പക്ഷെ നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടി PC ജോർജ് ഈ വിഷയത്തിൽ PC ജോർജ് പറഞ്ഞ കാര്യത്തിന്മേൽ PC ജോർജിനെതിരായിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണകൂടം PC ജോർജിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ BJP ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒളിവിലൊന്നുമല്ലല്ലോ. എവിടെ ഒളിവിൽ? ആരാണ് ഒളിവിലെന്ന്? അദ്ദേഹം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സമ്മതിക്കൂ. അദ്ദേഹം ഒന്ന് ഇരിക്കട്ടെ എവിടെയെങ്കിലും. PC ജോർജ് നടത്തിയ പരാമർശത്തെ പറ്റി ഇപ്പം പറയാൻ ഞാൻ അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം പറയും. നിങ്ങൾക്ക് സംസ്ഥാന അധ്യക്ഷനോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കാം. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ PC ജോർജിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി അതായത് PC ജോർജ് എന്ത് പറഞ്ഞാലും അതിനെതിരായിട്ട് നടപടി എടുക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. ഇപ്പോൾ കേരളത്തില് ഈ പൂഞ്ചാർ നിയോജക മണ്ഡലത്തിൽ PC ജോർജ് തോൽക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ PC ജോർജിനെ ഇവിടെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഭരണകൂടം ആരുടെ പിന്തുണയാണോ നേടിയത് ഇവിടെ, ആ പിന്തുണ നേടിയവരെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കാനും വേണ്ടിയിട്ട് എടുക്കുന്ന ആസൂത്രിതമായ നീക്കത്തിനെതിരായിട്ടുള്ള PC ജോർജിന്റെ നടപടികൾക്കാണ് നമ്മൾ പിന്തുണ കൊടുത്തിരിക്കുന്നത്. BJP പ്രകടനം നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടോ? ഇല്ല, BJP പ്രകടനം നടത്തുന്നില്ല. അതിന് നിശ്ചയിച്ചിട്ടില്ല. BJP ഇപ്പോൾ മുൻകൂറായിട്ട് ഞങ്ങൾ ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ വരും, പോലീസ് എത്ര വേണം വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ PC ജോർജിന് പിന്തുണ എന്ന് പറഞ്ഞാൽ അതിന് ഏതർത്ഥത്തിലും എടുക്കാം. പരാമർശത്തിലല്ല. PC ജോർജിന് പിന്തുണ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ ഞങ്ങൾ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായിട്ട് കേരളത്തിന്റെ ഭരണകൂടം അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശത്തിന്റെ അദ്ദേഹം പിറ്റേ ദിവസം തന്നെ ക്ഷമ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഹമാസിന്റെ നേതാക്കന്മാരെ ആനപ്പുറത്ത് വെച്ച് എഴുന്നള്ളിച്ചു. നിങ്ങൾക്ക് ആർക്കും ആ വിഷയത്തെപ്പറ്റി നിങ്ങൾ എത്ര ദിവസം ചർച്ച നടത്തി? ഇവിടെ എന്ത് നടപടിയാണ് എടുത്തത്? അവരുടെ ഫോട്ടോ വെച്ച് അവരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. ഇവിടെ എന്ത് നടപടി എടുത്തു? അവലും മലരും കുന്തിരിക്കും കരുതി വെക്കാൻ പറഞ്ഞു. എന്ത് നടപടിയാണ് ഇവിടെ എടുത്തത്? ഗണപതി മിത്താണെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? നിയമസഭയ്ക്കകത്തിരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു. എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത്? ഹിന്ദു സ്ത്രീകളെ മുഴുവൻ അപമാനിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നടപടി എടുത്തോ? ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പോകുന്നുണ്ട്. ഇവിടെ യാതൊരു നടപടിയുമില്ല. PC ജോർജ് മാത്രം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ നടപടി എടുക്കുന്ന ഒരു സമൂഹം. അങ്ങനെ PC ജോർജിനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല.